ഹലോ ഗൈസ്, നമുക്കിതാ ഇന്ന് ഉത്രാടല്ലേ, നാളെ തിരുവോണമാണ്. അപ്പം നമുക്ക് എന്തായാലും പൂക്കളെ സെറ്റാക്കണ്ടേ. നമുക്ക് സെറ്റാക്കാൻ വരക്കാനുണ്ട്, ചോക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വരച്ചിട്ട് നാളെ പൂക്കളെ മാത്രം ഇട്ടാൽ മതിയല്ല. ഓക്കെ സാധാരണ നമ്മൾ വരച്ച് തുടങ്ങണേ കേട്ടോ. 2 റൗണ്ട് വെച്ചാൽ വരച്ചത്, പിന്നെ ലാസ്റ്റത്തെ ഒരു വലിയ റൗണ്ട് മാത്രം ഇച്ചിരി അലമ്പായി. അപ്പം ഗൈസ് ഞങ്ങളൊരു ഡിസൈൻ ഗൂഗിളിൽ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ലാസ്റ്റ് ഇത്രയും വരച്ച് വെച്ചിട്ട് ഞങ്ങൾ ചെന്ന് കടന്നു. പിന്നെ രാവിലെ ആദ്യം തന്നെ വെച്ചു തുടങ്ങിയത് ഈ മൈസൂർ ജമന്തി തന്നെ പോവാണ്. പിന്നെ വീടൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് ലാസ്റ്റത്തെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഓണത്തപ്പനെയൊക്കെ വരവേറ്റ് ഞങ്ങൾ റോസാപ്പൂവൊക്കെ ഇട്ടാണ് സെറ്റാക്കിയത്. പക്ഷേ എനിക്ക് ഒട്ടുമിക്ക സ്റ്റൈലും ഇഷ്ടപ്പെട്ടെന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു സൈഡ് ഇച്ചിരി ചരിഞ്ഞു പോയി, ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റാക്കി. ചരിഞ്ഞ് പോയ കൊണ്ട് വലിയ കുഴപ്പമില്ല, നമ്മുടെ നെഞ്ചിനകത്തുള്ള ലാലേട്ടൻ്റെ സ്റ്റൈലല്ലേ. പിന്നെ ഈ പൂക്കളത്തിൻ്റെ ഭംഗി അങ്ങ് ഏവർക്കുകയായിരുന്നു. പിന്നെ കയ്യെ കിട്ടിയൊരു പട്ടോടെ എടുത്ത് നേരെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ അമ്പലത്തിലോട്ട്. രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലോട്ടൊന്ന് പോകാൻ തന്നെ അത് ഭയങ്കര ഒരു വലിയൊരു ഫീലാണ്. ഒരു തിരക്കില്ലാത്ത വഴി, നല്ല കാം ആയിട്ടുള്ള റോഡ്, അതിലൂടെ നടക്കാൻ എന്ത് രസമാണല്ലേ. പിന്നെ ആ അമ്പലത്തിലത്തെ പ്രസാദം കിട്ടി നേരെ ഇങ്ങോട്ട് നടന്ന്. പിന്നെ അമ്മ വന്നപ്പോഴത്തേക്കും കറികൾ ഉണ്ടാക്കണതിൻ്റെ ഒരു കൂട്ടത്തിരക്കായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കി, കറിക്കുള്ളതൊക്കെ വേറെ കറിക്കുള്ളതൊക്കെ തോരനൊക്കെ ഉള്ളത് അരിഞ്ഞ് വെച്ച് അങ്ങനെ സെറ്റാക്കി. അങ്ങനെ 7 കൂട്ടം കറിയായിട്ട് അങ്ങോട്ട് സദ്യ കഴിച്ച്. ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു സദ്യ കഴിക്കുക, അത് വല്ലാത്തൊരു രസമാണ്. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഞങ്ങളുടെ വാവ ഉള്ളതുകൊണ്ട് എൻ്റെ മൂത്ത ചേച്ചി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു വായെടുത്ത് വായി വെച്ചപ്പോഴുള്ള ഫീല്, എൻ്റെ പൊന്നോ. മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ഓൾറെഡി അങ്ങനെയായിരിക്കും, എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടായിരിക്കും അമ്മ കഴിക്കുക. അമ്മയും അവിടെ വിളമ്പാനുള്ള ആൾക്കാരൊക്കെ കഴിക്കുക, അതുപോലെ തന്നെയാണ്. പിന്നെ അമ്മാമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന പായസം വെച്ച് ലാസ്റ്റത്തെ ആ പിടി പിടിച്ചപ്പോൾ എൻ്റെ മോനെ സെറ്റ്. എല്ലാവർക്കും ഹാപ്പി ഓണം.